ഞാൻ മലയാളികൾ മാത്രമല്ല രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു വലിയ ദുരന്തമാണ് തൃശ്ശൂരിലുണ്ടായത്. അതിൻ്റെ വേദനയുടെ ആഴം പറയാൻ കഴിയാത്തതാണ്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്നു, ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനോട് ഞങ്ങളെല്ലാവരും പൂർണ്ണമായിട്ടും സഹകരിക്കുകയാണ്. അനുഭവങ്ങൾ നമ്മളെ പാഠം പഠിപ്പിക്കുന്നില്ല എന്ന ദുരവസ്ഥയുണ്ട്. ഇതൊരു വലിയ അനുഭവ പാഠമായിട്ട് ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറാകണം. മുൻകരുതലുകൾ ആവശ്യമായത് വേണം. രക്ഷാപ്രവർത്തനങ്ങൾക്കും പരിമിതികളുണ്ടായിരുന്നു. എങ്കിലും എല്ലാവരുടെയും വേദനയുടെ സമയത്ത് അതിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. അന്വേഷണം നടക്കട്ടെ. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാ സംരക്ഷണവും ഗവൺമെൻറ് നൽകണം. ചികിത്സാ സഹായത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതിന് സമയപരിമിതി നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. ചികിത്സയിൽ വലിയ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ വേദനയോടൊപ്പം അവരുടെ സാമ്പത്തിക ഭാരവും ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള നിയമ നടപടികളും ഏറ്റവും അത്യാവശ്യമാണ്. ഇപ്പോൾ പൂരനൃത്യവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് നടപടികൾ, തർക്കങ്ങളൊക്കെ അല്ലെങ്കിൽ ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അത്തരം തർക്കങ്ങളിലേക്കോ വിവാദങ്ങളിലേക്കോ കടക്കേണ്ട ഒരു സമയമല്ല ഇത്. അതെല്ലാം ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ സമചിത്തതയോടെ ആലോചിച്ച് എടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ സന്ദർശിക്കുകയാണ്. ഞാനിവിടെ ഇല്ലായിരുന്നു, കേരളത്തിൽ തന്നെ ഇല്ലായിരുന്നു. വിവരം അറിഞ്ഞു. DCC പ്രസിഡന്റിനെയും മേയറെയൊക്കെ വിളിച്ച് വിവരങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം ഞാനിങ്ങോട്ട് വരികയായിരുന്നു. രാവിലെ പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കന്മാരും UDFൻ്റെ എല്ലാ നേതാക്കന്മാരും വന്നിട്ടുണ്ട്. സർക്കാരുമായിട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ടും സഹകരിച്ച് ജനങ്ങളുടെ ദുരിതമകറ്റാൻ, ദുഃഖമകറ്റാൻ കഴിയുന്നത് സാധ്യമായ എല്ലാ കാര്യങ്ങളും 14 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് സഹായധനമായിട്ട്. സർക്കാരിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നല്ലേ? അതെ, പൂർണ്ണമായിട്ടും സഹകരിക്കും. പോരായ്മകൾ ചൂണ്ടിക്കാട്ടും. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മോട്ടോർ ആക്സിഡൻറ്റ്സ് ക്ലൈംസ് ട്രൈബ്യൂണൽ പോലെ ഓരോരുത്തരുടെയും പ്രായം, ജോലി അതെല്ലാം കണക്കിലെടുത്ത് നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് ഇത് അന്തിമമാകരുത്. ഒരു ജുഡീഷ്യലായിട്ടുള്ള തീരുമാനം കമ്മീഷൻ്റെ റിപ്പോർട്ട് കൂടി വന്നിട്ട് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.